ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനും പറ്റിയത് പൊട്ടാറ്റോ ഫ്രൈ ആണ്. നല്ല ടേസ്റ്റി ആയിട്ടൊരു പൊട്ടാറ്റോ ഫ്രൈയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മീഡിയം സൈസുള്ള 5 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ സൈസായിട്ടും കട്ട് ചെയ്തെടുക്കാം. എന്നാലും നേരിയതായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കടുക് ഇടാം. കടുക് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കായംപൊടി ചേർക്കാം. ഇത് 1 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചിട്ടാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് പൊട്ടാറ്റോ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല 1/4 ടീസ്പൂൺ ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. പൊട്ടാറ്റോ നന്നായിട്ട് ക്രിസ്പി ആവുന്നതുവരെ വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. പൊട്ടാറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണിത്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ സൈഡ് ഡിഷായി കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.